ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ കുറിച്ചാണ്. 2024-25 സമയത്ത് നടക്കുന്ന വ്യാഴത്തിന്റെ രാശിമാറ്റം. മെയ് 1 തീയതിയാണല്ലേ രാശി മാറുന്നത്. മെയ് 1 രാശി എങ്ങോട്ടാണ്? മീനം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്കാണ് എന്താ വ്യാഴത്തിന്റെ ഗുരു അല്ലെ ബൃഹസ്പതിയുടെ രാശി മാറ്റം എന്ന് പറയുന്ന പൊതുവെ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹമാണ്. സോ എന്താണ് എല്ലാവർക്കും നല്ല ഫലങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് അല്ലെ. ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ട്. പൊതുവെ പണപരമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ധന സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ പൊതുവെ നേട്ടങ്ങൾ നൽകുന്ന വ്യാഴമാണ്. ഓക്കെ, നേട്ടങ്ങൾ നൽകുന്ന വ്യാഴമാണ്. അപ്പൊ എല്ലാവർക്കും നൽകുമോ? നമുക്ക് വലിയ മനസ്സിലാക്കാം. അപ്പൊ ഓരോ കൂറുകാരുടെ ഫലം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അപ്പം ഒന്നെങ്കിൽ വ്യാഴം എന്ത് ചെയ്യും, നല്ല സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ച നൽകും, അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തും. അതാണ് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് പൊതുവെ വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യാം. തുലാം രാശിക്കാരുടെ ഫലമാണ്. അപ്പൊ ഇവർക്ക് വ്യാഴം 7-ലായിരുന്നു അല്ലേ. അപ്പൊ ഇവർക്ക് 7-ൽ നിന്നും 8-ലേക്ക് മാറുകയാണ്. 3-6 ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുക. ഇവിടെ വ്യാഴം 8-ാം സ്ഥാനത്തിലേക്കാണ് മാറുക. പൊതുവെ എന്താണ് തുലാം രാശിക്ക് വ്യാഴം എന്ന് പറയുന്നത്, ഇവിടെ വ്യാഴം എന്ന് പറയുന്നത് മറഞ്ഞ അല്ലെ, വ്യാഴം മറയുന്ന രാശിയാണ്. അല്ലെങ്കിൽ വ്യാഴം മറയും. അപ്പൊ മറയുമ്പോൾ ദോഷഫലത്തെയാണ് പ്രദാനം ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ 3-6 ഭാവാധിപനാണല്ലോ. സോ പൊതുവെ ഇവിടെ വ്യാഴം മറയുന്നത് നല്ലതാണ്. ഓക്കെ, പൊതുവെ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ ആ രോഗങ്ങളൊക്കെ ഒന്ന് കുറയുന്ന അവസ്ഥ. അതുപോലെ തന്നെ പകയൊക്കെ, നമ്മളോട് പകയൊക്കെ ഉണ്ടായിരുന്നവർക്ക് പകകളൊക്കെ കുറയാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നമുക്ക് ചെലവുകളൊക്കെ വർദ്ധിക്കും. പക്ഷേ ചെലവ് വർധന എന്ന് പറയുന്നത് ശുഭകാര്യങ്ങൾക്കുള്ള ചെലവ് വർധന ആയിരിക്കും. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ശുഭ കാര്യങ്ങൾക്കുള്ള ചെലവ് എന്ന് പറയുന്നത് വാഹനയോഗം, വാഹനം വാങ്ങുന്നതാവാം, സ്വർണം വാങ്ങുന്നതാവാം, സ്ഥലം വാങ്ങുന്നതാവാം, ഭവനം വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ ഭവനം പണിയുന്നതാവാം, വെക്കുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ചെലവായിരിക്കാം. അല്ലെങ്കിൽ തന്റെ കുടുംബാംഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കുക, അതൊരു നല്ല കാര്യമാണല്ലോ. പക്ഷെ അനാവശ്യമായിട്ടുള്ള ലോണുകൾ വാങ്ങാതിരിക്കാൻ പ്രത്യേകിച്ച്. കാരണം ലോണുകളൊക്കെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ആ ലോണുകൾ അനാവശ്യമായിട്ട് ഹൈലി റിസ്കി ലോൺ വാങ്ങണ്ട. ഒരു 60% ഒക്കെ ലോൺ എടുത്ത് വാങ്ങുക. അതിന്റെ മുകളിലോട്ട് നിങ്ങൾ ലോൺ എടുക്കാനും പോവേ വേണ്ട കേട്ടോ. ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. വാഹനയോഗമൊക്കെ പറയാവുന്ന സമയമാണ്. സ്ഥാനമാറ്റം, സ്ഥലമാറ്റം ഒക്കെ പറയാവുന്ന സമയമാണ്. വിദേശത്ത് പോകാൻ നിൽക്കുന്നവർക്ക് വിദേശ യോഗമൊക്കെ പറയാൻ സാധ്യത. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവര്, വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ജോബ് ചെയ്യുന്ന പുറം രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യുന്നത് അവർക്ക് അനുകൂലമായ സമയമാണ്. അതുപോലെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് നടത്തുന്ന അവർക്കൊക്കെ അനുകൂലമായിട്ട് സമയമായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, തുലാം രാശിക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഒരു കാര്യം നടത്തി കൊടുക്കാം, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഇന്ന കാര്യം ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തേക്കാം, അതുപോലെ തന്നെ നിന്നെ ഞാൻ അവരുമായിട്ട് ഒന്നിച്ചേക്കാം, അല്ലെങ്കിൽ ഞാൻ ആ കാര്യം നടത്തി തരാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ വാക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇങ്ങനെയുള്ള അനാവശ്യ വാക്കുകളൊന്നും നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾ ആ കാര്യം എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക, ചെയ്തിട്ട് അത് പറയാം, അതാണ് നല്ലത്. ഓക്കെ, നിങ്ങൾ ചെയ്യില്ല എന്നല്ല, പക്ഷെ അങ്ങനെ നിങ്ങൾ വാക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ആ കാര്യത്തിന് തടസ്സം സൃഷ്ടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവിടെ വ്യാഴം മറഞ്ഞേക്കാണ്. സോ എന്ത് ചെയ്യണം, നിങ്ങൾ ആ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിങ്ങൾ നടക്കാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങൾ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ആ വാക്ക് സാധിക്കും. അപ്പൊ അവരോട് പറയുകയാണെങ്കിൽ എന്ന കാര്യം നടത്തി തന്നേക്കാം, പിന്നെ നിങ്ങൾ ആ കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മടി, അലസതയൊക്കെ കൂടുതലായിട്ട് വരിക, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയില്ലാത്തൊരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കടക്കുകയോ ചെയ്യേണ്ട. അത് ബിസിനസ് ആയാലും എന്തൊരു തരത്തിലുള്ള കാര്യത്തിലും നിങ്ങൾക്ക് അറിയില്ലാത്ത വിഷയമാണെങ്കിൽ നിങ്ങൾ കടക്കണ്ട. അപ്പൊ അറിയാത്ത വിഷയങ്ങൾ ഇവിടെ ആരും കിടക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടക്കുന്നുണ്ടാവും. തുലാം രാശിക്കാരെ, തുലാം കൂറുകാർ ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് അറിയില്ലാത്ത കാര്യത്തിലേക്ക് ചെന്ന് തല വെക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം. പിന്നെ ഖേദിക്കേണ്ട വരില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. നല്ലവണ്ണം പഠിച്ച ശേഷം മാത്രം, ഒരു അഡ്വൈസ് മാത്രം സ്വീകരിച്ച പോലെ നിങ്ങൾ നല്ലവണ്ണം പഠിച്ച ശേഷം മാത്രം ആ കാര്യത്തിലേക്ക്, ഒരു അഡ്വൈസ് സ്വീകരിച്ച ശേഷം മാത്രം ആ കാര്യത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. മാക്സിമം ഈ ഒരു വർഷത്തേക്ക് അറിയില്ലാത്ത വിഷയത്തിലേക്ക് കടക്കാതിരിക്കുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ്, ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ നല്ല അഡ്വൈസിലേക്ക് ശേഷം മാത്രം വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങൾ പോകുക കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ സ്ഥലം മാറ്റത്തിനൊക്കെ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ധനസംബന്ധമായിട്ട് വലിയ ക്ലേശങ്ങളുടെ ഫലങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് എങ്ങനെയൊക്കെ പണം ലഭിക്കും,
ഓക്കെ, ഒന്നുകിൽ നമ്മുടെ വാക്ക് മുഖേനയാവാം, അല്ലെങ്കിൽ നമ്മുടെ കർമ്മമണ്ഡലം മുഖേനയാവാം, അല്ലെങ്കിൽ നമുക്ക് കൂടുതലും അനുകൂലം എന്ന് പറയുന്നത് പുറത്ത് ജോലി അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ ഒരു സമയമായിരിക്കും. അതേപോലെ തന്നെ കുടുംബത്തിലെ ആ ഒരു ഘടകമായി ആ സംഭവങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കുറച്ചൊരു ഐക്യത്തിലേക്ക് എത്തിക്കാൻ യോഗമുള്ള സമയമാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവെ തുലാം രാശിക്കാരുടെ ഫലം എന്ന് പറയുക. ഇവര് പൊതുവെ ഒന്ന് വ്യാഴപ്രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. വിഷ്ണുദേവനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും. മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് ഉത്തമമായിരിക്കും. വ്യാഴാഴ്ച ദിവസം വ്രതം എടുക്കുന്നത് ഉത്തമമായിരിക്കും. എങ്ങനെ വ്യാഴം എടുക്കാം എന്നറിയില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഇതിന് മുമ്പിൽ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കാണാവുന്നതാണ് കേട്ടോ. ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ല ഈശ്വര പ്രാർത്ഥന ഉണ്ടാവുക, ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുക, ആർക്കും ദോഷഫലങ്ങളെ അല്ലെങ്കിൽ ദോഷം ചിന്തിക്കാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുലാം രാശിക്കാരുടെ കാര്യം ഓക്കെയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് എന്താണ് മേടം മുതൽ മീനം വരെയുള്ള ആളുകളുടെ ഫലം എന്ന് പറയുന്നത്. പൊതുവെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമന്റ് റിപ്ലൈ നൽകുകയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രവും പേരും താഴെ കമന്റ് ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളെയും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ, പേരും നക്ഷത്രവും. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയറും ചെയ്യുക.